എത്ര നേരമായിരുന്നു കാത്തിരിക്കുന്നത്? എവിടെയായിരുന്നു? ഒന്നും പറയണ്ട ചോദിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ ഓള് വിളിച്ചിട്ട് പറഞ്ഞു ഓളെ വീട്ടിൽ നിന്ന് 2 വിരുന്നുകാർ വന്നിട്ടുണ്ട്, ചിക്കൻ മേടിക്കണം. പിന്നെ ചിക്കൻ മേടിക്കാൻ കൂടി മേടിച്ചു കൊടുത്തു. ചിക്കനും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മേടിച്ചു കൊടുത്തിട്ട് അപ്പൊ നമുക്ക് വേണ്ട ഇന്ന് നമുക്ക് ഉച്ചവർഷം വിഷമത്തിൽ ഉണ്ടാക്കിയാലോ? ഞാനില്ല കേട്ടോ, സമൂഹത്തിന് മുഴുവൻ പക്ഷിപ്പനിയാണോ? നിങ്ങൾ പറഞ്ഞില്ലേ ഈ പക്ഷിപ്പനി കാര്യം? ഇന്ന് നമ്മുടെ നാട്ടിൽ കോയിനെ കൊണ്ടുവരുന്നത്, കോയിനെയും കാര്യങ്ങളെ കൊണ്ടുവരുന്നത് ഈ ഇങ്ങനെ ഏതെല്ലോ പാമ്പം ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുവരുന്നതാണ്. പക്ഷെ കേരളത്തിൽ പൊതുവേ നമുക്ക് അങ്ങനത്തെ ഒരു സംസ്കാരം കുറവാണ്. കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. ശരിയായിരിക്കും. പക്ഷെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. വേണോ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ പിന്നെ മറ്റേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ കൊണ്ടുപോ, അത് മൃഗ ഡോക്ടർമാർ പരിശോധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകാട്ടാ. മൃഗ ഡോക്ടർ പരിശോധിക്കുന്നത് നിങ്ങൾ വണ്ടിയിൽ കൂത്തി നിറച്ച് തമിഴ്നാടിന് വരുന്ന വണ്ടിയിൽ ഫുൾ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് വരുന്നത് ഓരോ കന്നുകാലികളെ. എന്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നത്? അങ്ങനെ ഒന്നും കൊണ്ടൊന്നും രസമുണ്ട. വരുന്ന വാഹനത്തിൽ ആ മാടിനെ കൊണ്ടുവരുന്ന വാഹനത്തിന് അതുപോലുള്ള സ്ഥലം വേണം, ഇരിക്കാനുള്ള സ്ഥലം വേണം. അതുങ്ങൾക്കൊന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു സ്ഥലം വേണമായിരുന്നു. അങ്ങനെയുള്ള വണ്ടിയിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇന്നലെയും കൂടി ഞാൻ കണ്ടോ, എന്റെ വീട്ടിനടുത്ത് കൂത്തി നിറച്ച് തമിഴ്നാട് വണ്ടി കാണാതെ അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് കൊണ്ടുവരുന്ന സാധനത്തിന്. പിന്നെന്താ ആരും നോക്കണമെന്നില്ല. ഈ എന്തിനാ നോക്കിക്കൊണ്ടതിന്? റോഡ് സൈഡൊന്നും ഞാൻ നോക്കണ്ടേ? ഈ പക്ഷിപ്പനി കാര്യം പറയുമ്പോൾ ഒരു കാര്യം, ഈ 2 മാസം മുമ്പല്ലേ കൊല്ലത്തും ആലപ്പുഴയിലും ആയിരക്കണക്കിന് താറാവുകളും കൊന്നൊടുക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നാട്ടിൽ കൃഷിക്കാരെ കാര്യം കഷ്ടം. ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ? എന്റെ ലക്ഷണ ഈ വിഷമിക്കണ്ട. ഈ പറയുന്ന സാധനത്തിന്റെ എണ്ണം പറഞ്ഞ് പൈസ സർക്കാർ കൊടുക്കും. ചെറിയ റബ്ബറിന് 200 രൂപ വെച്ച് കൊടുക്കുന്ന പോലെ. അതെ, ഒരു മുട്ടര പൈസ കിട്ടില്ല അവര് താറാവിന്. ഇതിനതും കൊടുക്കണ്ട. കാരണം സർക്കാരിന്റെ ഫാമിലാണ് പക്ഷിപ്പനി. കോഴിക്കും താറാവിനും മാത്രമല്ല ഇത്, പക്ഷിക്കും പന്നിക്കും എല്ലാം പിടിക്കുന്നുണ്ട്. കന്നുകാലികളും പിടിക്കുക. പിന്നെ കന്നുകാലി പിടിക്കൂലേ? അതിനുള്ള ആംബുലൻസ് പറഞ്ഞ് കേട്ടില്ലേ? അതിനെപ്പറ്റി കുറച്ചാലും കേൾക്കുന്നില്ല. എന്റെ ലക്ഷണ എനിക്ക് തോന്നുന്നത് ഇത് ആരും ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. എനക്കും അങ്ങനെ തോന്നുന്നു. കാരണം എല്ലാം ഇങ്ങനെ സംഭവിക്കാൻ സാധിക്കും. നമ്മളെ നാട്ടുകാർക്ക് ഇറക്കിയില്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങൂലല്ലോ. ഇത് എനക്ക് തോന്നുന്നത് അന്യ സംസ്ഥാനക്കാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സംശയമുണ്ട്. അതായിരിക്കും ശരി, അതായിരിക്കും. നമ്മൾക്കിപ്പം പിന്നെ ഇവിടെ കോഴികൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അന്യ സംസ്ഥാനത്തിന്റെ വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര വിലയാണെങ്കിലും മലയാളി കോഴി മേടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എടുത്ത ഉദ്യോഗസ്ഥന്മാരും കൂട്ടി നിൽക്കുമല്ലോ. എളുപ്പമല്ലോ. എല്ലാം ചില്ലറക്ക് വേണ്ടിയല്ലേ പോയി നാട്ടാ. അല്ലേ? വേണോ കയ്യില് പൈസയും സ്വാധീനിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നത്തെ കാര്യം വെച്ചാല് ഇപ്പം കുറച്ച് കുറവുണ്ട്. നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ആരും ചോദിക്കാനും പറയാനില്ല. അതാണ് യഥാർത്ഥ സത്യം. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550 9446007032 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.